Hello, this is Shahid Ali and this is my podcast number 23 and this video is exclusively for CMS students who are attempting the December 2024 examination. എടാ ഒരുപാട് ആൾക്കാരെ എനിക്ക് വീണ്ടും മെസ്സേജ് അയക്കുന്നത് സാറേ എനിക്ക് പറ്റില്ല, എനിക്ക് മടുത്ത് എനിക്ക് പഠിച്ചിട്ട് ഒന്നും കിട്ടാത്ത പോലെ, അല്ലെങ്കിൽ എൻ്റെ മോട്ടിവേഷനൊക്കെ ചോർന്നു പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് തീരെ സമാധാനം കിട്ടുന്നില്ല, ആരോട് സംസാരിച്ചിട്ട് സമാധാനം കിട്ടുന്നില്ല, ഞാൻ പഠിക്കാത്ത പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു, ഞാൻ തോൽക്കുന്നു എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്ന് പറയുന്നതാരോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഓരോരുത്തർക്ക് ഈ ഇടയായിട്ട് വരുന്നത്. സോ ലാസ്റ്റ് ഏകദേശം ഒരു 20 days എന്ന് പറയാം ടു ദി എക്സാം ഓർ ദി അപ്കമിങ് എക്സാം. ഏകദേശം 20 something days അല്ലെങ്കിൽ 20 something days എന്ന് പറയാം. അപ്പോൾ ഈ മൊമെൻറ്റിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എക്സാമിനെ കാര്യമായിട്ട് ബാധിക്കും. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാര്യമായിട്ട് ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഫിഡൻസ് ലെവൽ കുറയുമ്പോൾ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റില്ല. സോ എക്സാം നന്നായിട്ട് എഴുതിയില്ല വെച്ചാൽ ഉറപ്പാണ് മാർക്ക് കുറയും. ഡെഫിനറ്റ്ലി ഇവിടെ വെറുതെ പാസ്സാക്കി കൊടുക്കുന്ന പരിപാടിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ അൾട്ടിമേറ്റ്ലി നിങ്ങളെ പഠിത്തമോ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടോ അതൊന്നുമല്ല, എക്സാം പ്രസൻറ്റേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ആ 3 മണിക്കൂർ നിങ്ങൾ എങ്ങനെ എക്സാമിനെ നോക്കിക്കണ്ടു, എങ്ങനെ എക്സാമിനെ അപ്പിയർ ചെയ്ത് എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നിങ്ങൾ 100 മാർക്കിൻ്റെ അറ്റൻഡ് ചെയ്യുന്നത് വരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം വെച്ചാൽ ടൈം മാനേജ്മെൻറ്റ് ശരിക്കും ചെയ്യുന്നുണ്ടോ എന്നൊരു ടെസ്റ്റിംഗ് ആണിത്. യു ആർ എ പ്രൊഫഷണൽ, നിങ്ങൾ പ്രൊഫഷണൽസാണ്. സോ അതുകൊണ്ട് തന്നെ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് അപ്പോൾ നിങ്ങൾ ഈ പാനിക്കായിട്ട് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുമ്പോൾ എന്താണ്ടാവുക, അൾട്ടിമേറ്റ്ലി ഇതൊക്കെ മര്യാദ എക്സാം എഴുതാൻ പറ്റില്ല. സോ അത് എക്സാമിന് അത് പ്രതിപാദിക്കും. അത് എക്സാം എഴുതാൻ അറിയുന്ന ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ ചിലപ്പോൾ എഴുതാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ വരില്ല. സോ ഞാൻ പറയുന്നത് ഈവൻ ദോ പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ചത് കുറവാണെങ്കിലും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം മാർക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന വരും. നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത്? സ്റ്റിൽ യു ആർ പാനിക്. നിങ്ങൾ ഡൗട്ട് ചെയ്യുക ആക്ച്വലി. കാരണം വെച്ചാൽ ഞാൻ പഠിച്ചതൊന്നും റെഡി ആയില്ലേ, അല്ലെങ്കിൽ ചില ആൾക്കാർ കമ്പയർ ചെയ്യുക മറ്റുള്ളവരുമായിട്ട്. അതായത് അവളൊക്കെ കുറേ അതാവുന്നുണ്ടല്ലോ, അവനൊക്കെ കുറേ അതാവുന്നുണ്ടല്ലോ, ഞാനെന്താ എനിക്ക് അങ്ങനെ പറ്റാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത. അതും ചെയ്യരുത്. കാരണം ഓരോ ഇൻഡിവിജ്വലും സെപ്പറേറ്റാണ്. ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ ഞാൻ എക്സാം ടൈമിൽ ആരും കോൺടാക്ട് ചെയ്യില്ല. എൻ്റെ കൂടെ പഠിക്കുന്ന ആരും ഞാൻ കോൺടാക്ട് വെക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ബാധിക്കുമെന്ന് എനിക്കൊരു പേടിയാണ്. കാരണം അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നവർ, അതായത് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കും എന്ന് സ്വയം ഫീൽ വരുന്നവർ നിങ്ങൾ ഒരിക്കലും വേറെയുള്ളവർ കോൺടാക്ട് ചെയ്യുന്നത് കുറക്കുക. കോൺടാക്ട് ചെയ്ത് ഒന്ന് കുറക്കുക. കാരണം വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ അത് പേഴ്സണലി എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടാകും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ. ഇപ്പോൾ പുതിയതായിട്ട് പഠിക്കാൻ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം പോസിബിൾ ആണ്. കാരണം ലാസ്റ്റ് മൊമെൻറ്റിൽ കുറേ പുതിയ സാധനം പഠിക്കാൻ കുറേ സമയം എടുക്കും. സോ ഇപ്പോൾ അതിനുള്ളൊരു സമയമുണ്ടോ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഈ തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമാണ് പുതിയ സാധനം പഠിക്കാൻ ടൈം കണ്ടെത്തേണ്ടത്. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ്റെ അളവ് കൂടുമ്പോൾ ആ സബ്ജക്റ്റിനുള്ള കോൺഫിഡൻസ് കൂടിക്കൊണ്ടേയിരിക്കും. സത്യം പറയാം, പെർഫെക്റ്റായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ എൻ്റെ എക്സാമിൽ തന്നെ എനിക്ക് എൻ്റെ റിവിഷൻ്റെ ഏറ്റവും കുറവുണ്ടാകുന്ന സബ്ജക്റ്റ് തിയറി സബ്ജക്റ്റ് ആയിരിക്കും. ഡെഫിനറ്റ്ലി എനിക്ക് തിയറി സബ്ജക്റ്റിൽ മാർക്ക് പോകും. നേരെ മറിച്ച് എനിക്ക് പ്രോബ്ലം പേപ്പർ കഴിഞ്ഞ എൻ്റെ CA ഫൈനലിൽ FR പേപ്പറിൽ എൻ്റെ റിവിഷൻ പക്കയായിരുന്നു. എനിക്ക് പേപ്പറിൽ കിട്ടിയാൽ മതിയാവും. ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു അത്രയും FR പേപ്പറിൽ. പക്ഷേ മാർക്ക് വാല്യൂഷൻ വന്നപ്പോൾ എന്താണെന്ന് അറിയില്ല, പറഞ്ഞു പോയത് എനിക്കറിയില്ല. AFM ആയിരുന്നു ആക്ച്വലി എന്നെക്കാട്ടി ഞാൻ കുറച്ച് നോക്കിയത്. പക്ഷേ ഇതെല്ലാം മാർക്കുണ്ട്. അതാ പറഞ്ഞത്, എക്സാം ഇത് നമ്മൾ എഴുതുക, ബാക്കി നീച്ച് പോരുക. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വാല്യൂഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാർക്ക് എങ്ങനെ വരാന്നുള്ളത്. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ മാർക്ക് ജഡ്ജ് ചെയ്യുക. അതായത് ഞാൻ എന്തായാലും തോൽക്കും, എന്നെ കൊണ്ട് പറ്റും തോന്നില്ല. യു ആർ ജഡ്ജിങ് യുവർ സെൽഫ്. മനസ്സിലായോ? സോ അതിന് കാര്യമില്ല. പിന്നെ കുറേ ആൾക്കാർ കമ്പയർ ചെയ്ത് കഴിഞ്ഞ അറ്റംപ്റ്റുമായിട്ട്, അതായത് പ്രീവിയസ് അറ്റംപ്റ്റിൽ എനിക്ക് അങ്ങനെ അവർ കിട്ടിയുള്ളൂ, അതായത് അതിൻ്റെ റിപ്പീറ്റ് ചെയ്ത് തോന്നുന്നു, അതായത് ലെവലിൽ തന്നെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനത് കമ്പയർ ചെയ്ത്? ഓരോ അറ്റംപ്റ്റും പുതിയതാണ്. ഒരു അറ്റംപ്റ്റും എന്താ പറയുക, നിങ്ങൾക്ക് ഇത് പഴയതുമായിട്ട് കമ്പയർ തീരെ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫൈനലിൽ AFM എപ്പോഴും സ്കോർ ചെയ്തിരുന്നവർക്ക് 30 അല്ലെങ്കിൽ 40 ലെവൽ, മാക്സിമം സ്കോർ ചെയ്തവർക്ക് എന്തെങ്കിലും 41 ആയിരുന്നു. എനിക്ക് കഴിഞ്ഞ അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടിയവർക്ക് 68 സംതിങ്, 60+ ഉണ്ട്, 68 or 60 ആണ്. അങ്ങനെ കിട്ടിയപ്പോൾ കഴിഞ്ഞ അറ്റംപ്റ്റ് ഇങ്ങനെ ആലോചിക്കാൻ എനിക്ക് എപ്പോഴും 45 കിട്ടുള്ളൂ. അത് അങ്ങനെ ഇല്ല. മനസ്സിലായോ? ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ ഈ എക്സാം ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഫേവറബിളായിട്ടാണ് കിട്ടും. എനിക്കങ്ങനെ ഫേവറബിളായിട്ടൊരു അറ്റംപ്റ്റ് ആയിരുന്നു കഴിഞ്ഞ CA ഫൈനൽ അറ്റംപ്റ്റ്. സത്യം പറയാം, അത് ഏത് അറ്റംപ്റ്റാണ് കിട്ടുക, ചിലപ്പോൾ അത് ഫേവറബിൾ ആക്കാൻ പറ്റണം. അതാ പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഈ കമ്മിങ് ഡിസംബർ അറ്റംപ്റ്റ് ചിലപ്പോൾ നിങ്ങളെ ഫേവറബിൾ അറ്റംപ്റ്റ് ആയിരിക്കും. നിങ്ങളത് ഇപ്പം തന്നെ പ്രീ ഡിറ്റർമൈൻ ചെയ്യുക. അതായത് എനിക്ക് പറ്റൂല. ഇതിങ്ങനെ പറ്റൂല സ്വയം പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പറ്റൂല. പറ്റൂ എന്ന് പറ.
ഞാൻ അങ്ങനെ വിശ്വസിച്ചു. ഞാൻ എൻ്റെ അറ്റംപ്റ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ കോൺഫിഡൻ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മളെൻ്റെ വായി തീരുമാനിക്കാണ്, പറ്റില്ല തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെക്കൊണ്ടത് പറ്റുക? ഡെഫിനറ്റ്ലി നമ്മൾ എക്സാം എഴുതുമ്പോൾ ആ ചിന്ത വരും. ഞാൻ എപ്പോഴും ചിന്തിക്കലിതാ, എൻ്റെ കോർ പേപ്പറാണോ ഇത്, അങ്ങനെയാണെങ്കിൽ ഞാൻ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കും. ഞാൻ പ്രാവശ്യം അതേപോലെ തന്നെ അങ്ങനെ എൻ്റെ സ്ട്രാറ്റജി ആണ്. എനിക്ക് പ്രോബ്ലം പേപ്പേഴ്സ് കംഫർട്ടബിളാണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ 50+ മിനിമം, അല്ലെങ്കിൽ 60+ ഗ്യാരണ്ടീക്ക് വാങ്ങാൻ പറ്റണം, എന്നാലും ഗ്രൂപ്പ് പാസ്സാവുള്ളൂ. സോ എൻ്റെ കോർ പേപ്പേഴ്സിൽ ഞാൻ അത്ര മാർക്ക് സ്കോർ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല വെച്ചാൽ ഞാൻ എൻ്റെ ഗ്രൂപ്പ് പാസ്സാവും. നേരെ പക്ഷേ തിയറി പേപ്പേഴ്സിൽ ഞാൻ എപ്പോഴും അവിടെ ഇതാക്കി വെക്കും. പഠിക്കുന്നതും ആ രീതിക്കായിരിക്കും. ദാറ്റ് മീൻസ് സേഫ് സ്റ്റഡി ആയിരിക്കും, പാസ്സാവണം എന്നുള്ള രീതിയിലുള്ള സ്റ്റഡി. പക്ഷേ ഫേവറബിളായിട്ട് പേപ്പർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒടുവില്ലാതെ നന്നായിട്ട് ചെയ്ത് ആ ഒരു സ്ട്രാറ്റജിയാണ് പോവുക. ഇപ്പോൾ ഇവിടെ സ്ട്രാറ്റജി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് അതൊക്കെയാണ്, ഏതാണ് എൻ്റെ കോർ പേപ്പേഴ്സ്, അത് ഇങ്ങനെ സ്കോർ ചെയ്യണം ഞാൻ, അപ്പോൾ അതിന് ഇത്ര പരിക്കടനം, അങ്ങനെയൊക്കെ ചിന്തിക്കുക. ഈ പറ്റൂല ചിന്തിക്കാൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ചോളൂ. നിങ്ങൾക്ക് എത്ര ആൾക്കാർ അങ്ങനെ പറ്റില്ല തന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്, സ്റ്റിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ വെച്ചിട്ട് ഗ്രൂപ്പ് വേണ്ട ഇനി എക്സെപ്ഷൻ പഠിക്കാൻ തന്നെ അങ്ങനെ മാറുന്നത്, ഗ്രൂപ്പ് അടുത്ത ജൂണിക്ക് നോക്കാമെന്ന് പറഞ്ഞ് മാറുന്നത് പത്തറ്റിക്കാണോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ അങ്ങനെ പോയി ചെയ്യാറുണ്ടായിണ്ടാവില്ല. അത് എൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. സത്യം പറയാം, ഞാൻ പാസ്സായി അങ്ങനെയൊക്കെ തരുന്നത്, അല്ലാതെ എനിക്ക് കുറേ ഇല്ല. സത്യം പറയാം, എനിക്ക് കുറേ ഞാൻ പറയില്ലേ, എന്നോട് പല കുട്ടികൾ കോസ്റ്റിങ്ങിൻ്റെ ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ, കോസ്റ്റിംഗ് ഒക്കെ വലിയ പിടുത്തമില്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള വലിയൊരു അതില്ല. ഞാൻ കോസ്റ്റിംഗ് അപ്പം ഞാൻ ഫൈനലി കോസ്റ്റിംഗ് ഉണ്ടായിരുന്നല്ലോ എനിക്ക്, ഞാൻ അങ്ങനെ പാസ്സായപ്പോൾ. മൈ സ്ട്രാറ്റജി, എനിക്കറിയാം ആ സബ്ജക്റ്റ് എനിക്ക് വീക്കാണ്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തോറ്റത് അതിലായിരുന്നു, കോസ്റ്റിങ്ങിലായിരുന്നു. SCMP എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറായിരുന്നു. അപ്പം എനിക്കറിയാം ഇതിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായി, സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായി. അതാ പറഞ്ഞത്, വി ഹാവ് വീക്ക് പേപ്പേഴ്സ്, വി ഹാവ് സ്ട്രെങ്ത് പേപ്പേഴ്സ്. വീക്ക് പേപ്പേഴ്സ് ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ അപ്പുറത്ത് എന്തുണ്ട്, സ്ട്രെങ്ത് ആയിട്ടുള്ള പേപ്പേഴ്സും ഉണ്ട്. സോ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഡോണ്ട് ജഡ്ജ് യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ട്രസ്റ്റ് ഈ പ്രോസസ്സിൽ. പഠിക്കുന്നില്ല എന്തൊക്കെ പരിപാടികൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പഠിക്കുന്നത്, കല്യാണം അത് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പഠിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ പാരൻസ് എത്രയോ പ്രതീക്ഷയോടെ നിങ്ങളെ കാണുന്നത് അല്ലേ, എത്ര പ്രതീക്ഷയോടെ കാണുന്നത്. എൻ്റെ മറ്റൊരു മോട്ടിവേഷൻ്റെ പാരൻസ്, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല. യു കട്ട് യുവർ പാരൻസ്. ഞാൻ പാസ്സായപ്പോൾ ഞാൻ എന്നേക്കാൾ സന്തോഷിക്കുന്നത് എൻ്റെ പാരൻസ്. ഞാനിങ്ങനെ പാസ്സായി എന്ന് പറഞ്ഞപ്പം ഞാൻ അവരോട് അരക്കെ വിളിച്ച് പറയുന്നത്, അവർ സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നത് അപ്പാരായിരുന്നു. സോ ആ ഒരു ഫീൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് പറ്റുകയെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഗിഫ്റ്റ് അവർക്ക് നിങ്ങൾക്ക് എന്താ കൊടുക്കാനുള്ളത്? വേറെ ഒന്നുമില്ല, പൈസ ആയിട്ടൊന്നുമല്ല. ഇത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് പാരൻസിന്. സോ അവരൊന്ന് നോക്കിയാൽ മതി, അവരെന്നെയാണ് വലിയ മോട്ടിവേഷൻ. ആക്ച്വലി അവർക്ക് അത്ര പ്രതീക്ഷയുണ്ട്. സോ നിങ്ങൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ കൊണ്ട് അതിനെ കളയെടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ഫുള്ള് ഫീൽ പറയുന്നത്, ഒരുപാട് ആൾക്കാർ ലാസ്റ്റ് മൊമെൻറ്റിൽ വെച്ചിട്ട് ലാസ്റ്റ് 20 ഡേയ്സിലൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ 20 ഡേയ്സാണ് പീക്ക്. സോ ഈ 20 ഡേയ്സിൽ മാക്സിമം നമ്മൾ വർക്ക് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഈ 20 ഡേയ്സ് പറ്റുമ്പോൾ യൂട്ടിലൈസ് ചെയ്തെടുക്കണം. എന്നാൽ ഡെഫിനറ്റ്ലി മാർക്ക് ചെയ്ത് വെച്ചാൽ പാസ്സായിരിക്കും. ലാസ്റ്റ് ഡേയ്സിൽ നിങ്ങൾ പക്കാ യൂട്ടിലൈസേഷനാണ് ഡേയ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ അറ്റംപ്റ്റ് പാസ്സായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ വന്ന് എന്നെ തല്ലിക്കോ. കാരണം ഞാൻ ഒരിക്കലും ലാസ്റ്റ് ഡേയ്സ് കുഴപ്പമില്ല. ആദ്യ കാലങ്ങളിൽ പഠിത്തം കുറഞ്ഞാലും പക്ഷേ ലാസ്റ്റ് ഡേയ്സ്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് 20 ഡേയ്സ്, ലാസ്റ്റ് 10 ഡേയ്സ് എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസം വരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ ആ യൂട്ടിലൈസേഷൻ്റെ കാര്യം പറയാൻ നിങ്ങൾ റിവിഷൻ ചെയ്യുക. പഠിച്ചത് അത് റിവിഷൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യും. പ്രോബ്ലം പേപ്പേഴ്സ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. വീണ്ടും പ്രൊഫഷണൽ കാര്യങ്ങൾ പഠിക്കാതെ കൺസെപ്ഷൻ സ്ട്രോങ് ആണെങ്കിൽ ദെൻ ഡു എ ക്വസ്റ്റ്യൻ ആൻഡ് ലീവ് ഇറ്റ്. അവിടെ വിടുക. അറിയാത്ത സാധനം വീണ്ടും ഒന്നും കൂടി നോക്കുക. ഡു എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ അറ്റംപ്റ്റിലെ പേപ്പേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ലാസ്റ്റ് 3 അറ്റംപ്റ്റ്സിലെ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. മോക്ക് പേപ്പേഴ്സ് ഒന്ന് ചെയ്ത് നോക്കുക, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ദെൻ ഇടയ്ക്ക് മടുപ്പ് വരുമ്പോൾ, ഇപ്പം എല്ലാവർക്കും പഠിച്ച് ഇങ്ങനത്തെ ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്ക് മടുപ്പ് വരുമ്പോൾ എന്ത് ചെയ്യുക, ചില MCQs ചെയ്യുക. MCQ ബുക്കിലെട്ട് ഡൗൺലോഡ് ചെയ്ത് ഒരു 10-20 MCQs ഇടയ്ക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ MCQ ചെയ്യുന്നതാണ് ഇറ്റ്സ് എ സ്റ്റഡി. പല ആൾക്കാരും MCQs ഒന്നും നോക്കുന്നേ ഇല്ല. അതൊരു സ്റ്റഡിയാണ്. MCQ ചെയ്യുന്നത് ആക്ച്വലി ഓഫ് സ്റ്റഡിയാണ്. അപ്പം മനസ്സിലായ? അപ്പം ഇതൊക്കെ ഇതിന് ഇമ്പോർട്ടൻ്റ്. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. ഓക്കെ, സോ ഒരുപാട് ആൾക്കാർ വേറെ കാര്യം ചോദിച്ചത് എക്സാം പ്രസൻറ്റേഷൻ്റെ ടിപ്സ് പറഞ്ഞു തരുമോ എന്നുള്ളത്. എക്സാം പ്രസൻറ്റേഷൻ നമുക്കൊരു സർട്ടിഫൈഡ് കോപ്പി വെച്ചിട്ട് തന്നെ അതിൻ്റെ ഡിസ്കഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൺ ലൈവോ അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ട് നമുക്ക് അത് ചെയ്യാം. അപ്പോൾ എക്സാം പ്രസൻറ്റേഷൻ എങ്ങനെയെന്ന് കുറേ ആൾക്കാർക്ക് സംശയമുണ്ട്. പിന്നെ IDTയുടെ കേസാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചാലഞ്ച് അറ്റൻഡ് ചെയ്തവർക്ക് അപ്പം തന്നെ പറയാറുണ്ട്, പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് ഇത്രയും പറയാനുള്ളത്, നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റ് വെച്ച് കളയല്ലേ. 20 ഡേയ്സ് ഈസ് വെരി ക്രൂഷ്യൽ.
ലാസ്റ്റ് ഡേയ്സ് നിങ്ങൾ ഇത്രയും കാലത്തെ എഫേർട്ട്, ക്ലാസ്സിൽ പോയത്, മറ്റു കാര്യങ്ങൾ ഒഴിവാക്കിയത്, വീട്ടുകാരുടെ എഫേർട്ട്, വീട്ടുകാരുടെ ആ ഒരു ഇതൊക്കെ ഈ പറഞ്ഞ ലാസ്റ്റ് വെച്ച് കൊളാക്കുമ്പോൾ ഇറ്റ് വിൽ അഫക്റ്റ് യു. ആക്ച്വലി അൾട്ടിമേറ്റ്ലി ഒരുപാട് കരിയർ മാൻ, ഇത് കരിയറല്ലേ. ഞാൻ സത്യം പറയാം, ഈ ഒരു സ്ട്രഗിൾ നിങ്ങൾ ഇപ്പോൾ എടുത്താൽ നിങ്ങൾ കിട്ടാൻ പോകുന്നത് അപാരമായിരിക്കും. പിന്നെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇഫ് യു ആർ ക്വാളിഫൈഡ്. മാർക്ക് മൈ വേർഡ്സ്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. പണിയെടുത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തന്നെ സി എ ക്വാളിഫൈഡ് ആയത്. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് ഞങ്ങൾക്ക് പിന്നീട് കിട്ടും. അതാണ് അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യമായിട്ടൊന്ന് മെനക്കെട്ട് തന്നെ വേണം. സോ എനിക്ക് പറയാനുള്ളത് തന്നെ, ഞാൻ വലിച്ചു കേട്ടതില്ല. പേഴ്സണലി ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി പറയാമെങ്കിൽ എനിക്ക് ജസ്റ്റ് മെസ്സേജ്, ഇഫ് യു ആർ ടയേർഡ് വിത്ത് യുവർ മൈൻഡ്, മെൻ്റൽ ഹെൽത്ത് ഒക്കെ പോയി അല്ലെങ്കിൽ ആകെ ഡിമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. ഐ ആം ദെയർ ഫോർ യു ടു ഹെൽപ്പ് യു, ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് എല്ലാവരും. മോട്ടിവേഷൻ അല്ല, ആക്ച്വലി റിയാലിറ്റി പറഞ്ഞു കൊടുത്തിട്ട് ഒരു സംഭവം എടുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് പാസ് ചെയ്തതിന് ശേഷം. സോ ഐ എം റിയലി ഗ്ലാഡ് ടു, എന്താ പറയുക, ആ ഒരു സംഭവത്തിന് റിയലി ഹാപ്പി ഫോർ ദാറ്റ് ഓൾസോ. പിന്നെ എന്താ പറയുക, ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എഫർട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇതന്നെ ഞാൻ വിശ്വസിക്കുന്നത് കേട്ടാ. ഇതിൽ പറഞ്ഞിക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങളെ പേഴ്സണൽ മെസ്സേജസും പറ്റുന്ന രീതിയിലുള്ള ഫ്രീ ക്ലാസ്സസും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ മാക്സിമം പാസ്സാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നത് എന്നോട് അതാണ്, എന്തിനാ ഈ ഫ്രീ ക്ലാസ് എടുത്തിട്ട് എന്ത് ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ വട്ടുണ്ടോന്ന്. അതായത് ഒരു ബെനിഫിറ്റും ഇല്ലാതെ സമയവും കളഞ്ഞ് ഇവരെ ക്വാളിഫൈ, ഞാനൊരു ക്വാളിഫൈഡ് പേഴ്സണാണ്. അപ്പം ആ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും വൈ ആർ ഇത്ര നിങ്ങൾക്ക് എന്താ കിട്ടുകയെന്ന് ചെയ്യുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ, നിങ്ങളൊക്കെ കിട്ടുക, അതെന്താ എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ പഠിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പഠിക്കട്ടെ, കുട്ടികൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ അധികം കൊടുക്കുന്ന പരിപാടി അതായിരിക്കും, കുട്ടികൾ പഠിക്കട്ടെ എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ടൈമിൽ. ക്ലാസ് പ്രോപ്പർ, അങ്ങനത്തെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും നല്ലതാവില്ലല്ലോ. ലൈഫ് ഈസ് നോട്ട് സെയിം ഫോർ എവരി വൺ. സോ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായം, ഫിനാൻഷ്യലി വല്ലാണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് കാര്യങ്ങളും ഫ്രീ ക്ലാസ്സസും. ആൻഡ് ഇറ്റ്സ് മൈ പാഷൻ ഓൾസോ, ആൻഡ് ഐ ലവ് യു ഓൾ. അതാണ് ഇതിനുള്ള മറുപടി. എല്ലാവർക്കും ഒരു ആൾക്കാരായി ചോദിക്കുന്നത് എന്തിനാണ് ഫ്രീ ക്ലാസ് ഒക്കെ ചെയ്തിട്ട് എന്താണെന്നുള്ളത്. സോ ദാറ്റ്സ് ദി ആൻസർ ഫോർ ദാറ്റ്. എനിക്ക് അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഞാൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ഉത്തരം ശരിക്കും ഇല്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അതിനുള്ള പ്രോപ്പർ ആൻസർ എനിക്കറിയില്ല എന്നാണ്. എനിക്കറിയില്ല എന്താണ്. ചിലപ്പോൾ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, ചിലപ്പം എൻ്റെ പാഷൻ അതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഞാൻ അനുഭവിച്ച ആ ഇനി ആർക്കും അങ്ങനെ വരരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, എന്താണെന്ന് അറിയില്ല. ഏതായാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഒരിക്കലും ഇതിൽ കൺസ്ട്രെയിൻ ആയിട്ടുള്ള ക്ലാസ് ഒന്നും എടുക്കുന്നത് അല്ലെങ്കിൽ ഹാപ്പിയോട് കൂടിയ ക്ലാസ് എടുക്കുന്നത്. ഞാൻ എൻ്റെ ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിലും ഞാൻ അത്രയും ഹാപ്പിയാണ്. ഓക്കെ, സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് അല്ലെങ്കിൽ എനി മെൻ്റൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ മെൻ്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അതല്ല, അതായത് എനി ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ വിത്ത് മീ ആൻഡ് വി സോൾവ് ദി ഇഷ്യൂസ് ടുഗദർ. ഓക്കെ, സോ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക, എല്ലാ ടൈം നന്നായി റിപ്ലേസ് ചെയ്യുക. സീ യു ഇൻ നെക്സ്റ്റ് പോഡ്കാസ്റ്റ്. ബൈ.